വിശദമായ വാർത്തയിലേക്ക്. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ പി.വി. അൻവർ എം.എൽ.എ ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട ശബ്ദ സംഭാഷണം ഉൾപ്പെടെയുള്ള തെളിവുകൾ കൈമാറും. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുക. എന്തായാലും അൻവർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിച്ച തെളിവുകൾ, വെളിപ്പെടുത്തിയ ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറാനാണ്, പരാതിയായി കൈമാറാൻ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഏത് രീതിയിലായിരിക്കും മുഖ്യമന്ത്രി അത് സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതേസമയം ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു. എം.ആർ. അജിത് കുമാറിനെതിരെയും മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് പ്രകാരമുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ, SSB ഇന്റലിജൻസ് SP ഷാനവാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ആദ്യം അന്വേഷണത്തിനായി ഉന്നതതല സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഏത് രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും? ഒപ്പം ഈ എം.ആർ. അജിത് കുമാറും തനിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ശ്രീ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കുക, അങ്ങനെ ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പി.വി. അൻവർ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ADGPക്ക് ഈ കൊലപാതകങ്ങളുമായി ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. സുജിത് ദാസ് SP, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. സുജിത് ദാസും എം.ആർ. അജിത് കുമാറും ചേർന്ന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇടപെടുകയും ഈ പിടിച്ചെടുക്കുന്ന സ്വർണം പലപ്പോഴും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നുവെന്ന അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. P. ശശി ഇത്തരം വിവരങ്ങൾ അറിയിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഇക്കാര്യത്തിൽ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല. ഇവരുടെ ഒരു നെക്സസ് ആണ് പ്രവർത്തിക്കുന്നത്, പരാജയമാണ് P. ശശി എന്ന നിലയ്ക്കൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നു. പക്ഷേ അവിടെയാണ് ചില നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് എം.ആർ. അജിത് കുമാറിനെ മാറ്റും, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യും. ആ തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്നലെ അന്തരീക്ഷത്തിൽ നിന്നെങ്കിലും ഈ രണ്ട് നടപടികളും ഉണ്ടായില്ല. സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പോലീസ് ആസ്ഥാനത്ത് DGPക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന കാര്യവുമാണ് അത് സംബന്ധിച്ചിറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ എം.ആർ. അജിത് കുമാറിൻ്റെ കാര്യത്തിലും ADGP ലോ ആൻഡ് ഓർഡർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഒരു നടപടിയുമില്ല. അതേസമയം എം.ആർ. അജിത് കുമാർ തന്നെ തൻ്റെ ഈ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തിട്ടുള്ള ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്ക് വരാം. ഇപ്പോൾ VS സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. എന്ന് മാത്രമല്ല, പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും സർക്കാരാണെന്നും അതിന്റെ പിന്നിൽ LDF ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ LDFനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ BJPയും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടിറക്കത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും, അന്ന് ലാത്തി ചാർജ് നടന്നിട്ടുണ്ട് ഇവിടെ. ആ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഘ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശൂരിൽ ലോക്സഭ ഇലക്ഷന്റെ മധ്യത്തിൽ ഒരു പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിന്റെ പിന്നിൽ പോലീസ് മാത്രമല്ല, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം, അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു. ഒരു പോലീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം. കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം വിശ്വാസപരമായ വിഷയമുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ, ഈ ആളുകൾ.
അപ്പൊ അതുകൊണ്ട് ഈ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു, അതിന് അലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ്, അതിന് പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും. ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിന്റെ കലക്കിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ അത് പുറത്തു വരണമല്ലോ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും. അപ്പൊ ഇനിയും പൂരം വരാൻ പോവാണ്. തൃശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ആ തൃശൂർ പൂരം ഇലക്ഷന്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നെങ്കിലും അത് പുറത്തു വന്നേ മതിയാവും. അത് എനിക്ക് അതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്, ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റില്ല. പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു. പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യവിലോപം ഉണ്ടായിട്ടില്ല. രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ശരി, അവിടെ പോലീസിനെതിരെ ആണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. രാവിലെ സ്വകാര്യ ബസിന്റെ ഇടയിലൂടെ വന്നത് രാവിലെ തൊട്ട് പ്രശ്നങ്ങൾ അല്ല, ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല. എല്ലാ കൊല്ലം പൂരം നിങ്ങളിപ്പോ തൃശ്ശൂർ പത്രക്കാരൻ എന്ന നിലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കലക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാവുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. പൂരം തടയാൻ പാടില്ല, പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത്? ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചവരാണ്? ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞവരാണ്? ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത്? ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ? അതല്ല ഒരു വികാരപരമായി ഉണ്ടായ ഒരു കാര്യമാണോ? അതല്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ പൂരം വിവാദം എത്രത്തോളം നെഗറ്റീവായി? അല്ല, പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം ആ രീതിയിലാണല്ലോ അപ്പൊ നിങ്ങൾ പത്രമാധ്യമങ്ങളടക്കം പൂരത്തിന്റെ പിന്നില്, പൂരം കലക്കിയതിന്റെ പിന്നില് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായല്ലോ. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെന്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു? VS സുനിൽകുമാർ എന്ന പോലെ ഞാനിവിടുത്തെ MLA ആയിരുന്ന മന്ത്രി ആയ സമയത്തും അതിനു മുമ്പും ഇപ്പോഴും തൃശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നോ ഞാൻ? അല്ല, ഞാൻ എന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല, നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അന്നത്തെ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതികൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകളുടെ ചർച്ച ഉണ്ടാകുന്നു. അതിന്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു. ആ പ്രചരണം പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അവരതിനു വേണ്ടി അതിന്റെ പിന്നിൽ ഞാൻ ചോദിക്കുന്നത് 2:45 മണി നേരത്ത് ഞാൻ അവിടെ വരുന്ന 3:45 നേരത്തെ എത്തുന്നത് 2:45 മണി നേരത്ത് പിന്നെ BJP സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു. RSS നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഈ തൃശൂർ ജില്ലക്കാരല്ല, അത് സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അത് പുറത്തു വന്നാൽ മതിയാവും. RSS നേതാക്കളും ഈ പോലീസിലെ ഒരു വിഭാഗവും ചേർന്ന് കൂടാതെ അല്ല, അതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് സർക്കാരാണ്. ഞാൻ എന്റെ നിഗമനം പറയാൻ ഇവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പൊ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ അതിന്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ സത്യസ്ഥിതി പുറത്തു വരട്ടെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോടിപ്പോ പറയുന്നൊരു കാര്യം. ഇപ്പോ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഏപ്രിൽ മാസം, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം കഴിഞ്ഞു. ഇപ്പൊ സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണെന്ന് ഇതുവരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പൊ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം. ആ റിപ്പോർട്ട് ഞാൻ ആ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
പോലീസുമായിട്ടാണ് തർക്കം ഉണ്ടായതെന്ന് മാധ്യമ വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന ADGP എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല? ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ പറയാം. അതായത് അൻവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നത്തിന് ഒരാൾ വന്ന സമയത്ത് സുരേഷ് ഗോപി നേരെ വിളിക്കുന്ന അല്ല, ഞാൻ ഇപ്പോ ADGP അജിത് കുമാറായിട്ട് ഞാനും വ്യക്തിപരമായിട്ട് ഞാനിവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ IG ആയിരുന്ന ആളാണ്. വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റിയൊരു അഭിപ്രായം ഇപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കമന്റ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതിന് ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം, 1 മാസം കൊണ്ട് പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയ ദുരൂഹത പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം. ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നാളെ പൂരം നടക്കുമ്പോൾ ഇപ്പോൾ തൃശൂർ പൂരം എന്ന് പറയുന്നത് പുതിയതായി കൊണ്ടുവന്ന പൂരമൊന്നുമില്ല. ഇത് ശക്തൻ തമ്പുരാന്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഡിസൈനാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു തരം ഒരു കടുകുമണിക്ക് പോലും മാറ്റം വരുത്താതെ തന്നെ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പിന്നെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന്റെ പരിപൂർണ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പെസോ എന്ന് പറയുന്ന ഏജൻസിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ലാതെ പൂരത്തിന്റെ വെടിക്കെട്ടും ഒന്നും നടത്താൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ അവിടെ ഹൈഡ്രന്റ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞനുസരിച്ചാണ്. അപ്പൊ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏത് സർക്കാരാണെങ്കിലും അത് UDF സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്, LDF സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. തൃശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശൂർക്കാരായ ഞങ്ങളാരും തന്നെ. എങ്ങനെ തടസ്സപ്പെട്ടു? ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അതിന് പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ജനങ്ങൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് പറയണം. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാനിപ്പോ കമന്റ് ചെയ്യും. ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കും. ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കത്ത് കൊടുക്കാൻ അല്ല, ഈ അന്വേഷണം പറ്റും. ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് കേട്ടാലേ നമുക്ക് പുതിയ അന്വേഷണത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടിയന്തരമായിട്ട് പുറത്തുവിടണം. അല്ല, അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വ്യക്തമായ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി. ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. അതെനിക്കറിയില്ല ആരാണ് അന്വേഷണം നടത്താൻ പോയിട്ടുള്ളത്. എനിക്കറിയാം. എന്നിട്ട് പോലീസിന്റെ അന്വേഷണം അതിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. സർക്കാർ നിയോഗിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ അന്ന് ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചതെന്നാണ് എന്റെ ധാരണ. അന്ന് K. രാജനടക്കമുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് കമ്മീഷൻ മാറ്റാൻ തീരുമാനിച്ചു എന്നും ഈ പുതിയൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചു എന്നാണ്. ആരൊക്കെയാണ് അങ്ങനെ അന്വേഷണത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി ആരന്വേഷിച്ചാലും ശരി ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. എന്നാലും നമുക്ക് അതിനെപ്പറ്റി ഇത് ചേരയാണോ മൂർഖനാണെന്ന് പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഞാൻ അന്വേഷണമല്ല ആവശ്യപ്പെടുന്നു. ഞാൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും. പോലീസിലെ തന്നെ ഉന്നതര പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരന്വേഷിച്ചൊരു അന്വേഷണ റിപ്പോർട്ടിൽ അത് ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഈ പുതുതായിട്ട് വെച്ച കമ്മീഷൻ അല്ലല്ലോ, കമ്മിറ്റി അല്ലല്ലോ, നേരത്തെ വെച്ച കമ്മിറ്റിയാണല്ലോ. അപ്പോ ആ നേരത്തെ വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ റിപ്പോർട്ടിനകത്ത് സത്യമാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ. ഇവിടുത്തെ ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ നടത്തിപ്പിലും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനകത്ത് സത്യമുണ്ടോ അസത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കഴിയും. അപ്പോ അതിന് അഭിപ്രായം പറയാം. ചില ഹൈന്ദവ സംഘടന RSSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘടനകളും ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടോടെ പുറത്തുവിടേണ്ടതല്ലേ ഈ സാഹചര്യത്തിൽ? അല്ല, അത് അവർ നടത്തിയ റിപ്പോർട്ട് അവർ പുറത്തുവിടണോ അവർ തീരുമാനിച്ചോട്ടെ. നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ശരി. ായിരുന്നു പൂരം കലക്കിയത് ആരെന്ന് അറിയണം. അന്ന് അന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നാണ് VS സുനിൽകുമാർ പറഞ്ഞത്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നത് അറിയണം. അത് യാദൃശ്ചികമല്ല, പൂരം കലക്കിയത് യാദൃശ്ചികമല്ല എന്നാണ് മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ പറഞ്ഞത്. മറ്റ്
വാർത്തകളിലേക്ക് പോകുമ്പോൾ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. ഇടവേള ബാബുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം എറണാകുളത്തെ നടിയുടെ പരാതിയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, കോടതിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതിയിൽ ഇന്നും വാദം തുടരും. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് വാദം തുടരുക. ഇതിൽ പ്രധാനമായും തന്നെയും ഇന്നും വാദം തുടരുന്നത് മണിയൻപിള്ള രാജുവിൻ്റെയും മുകേഷിൻ്റെയും അഭിഭാഷകൻ CV ചന്ദ്രശേഖരൻ്റെയും ഹർജിയുള്ള വാദം തുടരുകയും ഒപ്പം തന്നെ ഇടവേള ബാബു ഇന്നലെ സമർപ്പിച്ച മുൻകൂർ ജാമ്യമുണ്ട്, അതും ഇതിനൊപ്പം തന്നെ പരിഗണിച്ച് അതിലും വാദം കേൾക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിന്റെ അഭിഭാഷകൻ ചില തെളിവുകൾ കോടതി മുൻപാകെ സമർപ്പിച്ചതായിട്ടാണ് പറഞ്ഞത്. ഇതിൽ പ്രധാനമായും ഈ പരാതി ഉന്നയിച്ച നടി മുകേഷുമായി ബന്ധപ്പെട്ടിരുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ, രേഖകൾ ഹാജരാക്കാനുണ്ടെന്ന് നേരത്തെയും മുകേഷ് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മുകേഷ് അഭിഭാഷകന് കൈമാറിയിരുന്നു. ഇത് കോടതിക്ക് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കും. ഒപ്പം തന്നെയും മറ്റ് നടന്മാരും ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചവരും പറയുന്നത് സമാനമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവരുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അത് വ്യാജമായ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മണിയൻപിള്ള രാജുവിനെതിരെ ബലാത്സംഗ പരാതിയോ കേസോ വന്നിട്ടില്ല എന്നതാണ്. മണിയൻപിള്ള രാജു ഉന്നയിക്കുന്നത് പരാതി ഉണ്ടായിരുന്നൊരു സമയത്ത് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടിയെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരാതി ഉണ്ടായിരുന്ന സമയത്ത് തന്നെയും പോലീസിനെ സമീപിക്കാമായിരുന്നു, അന്ന് സെഷൻ ജാമ്യം ലഭിക്കാമായിരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നാണ് മണിയൻപിള്ള രാജു നൽകിയിരിക്കുന്ന ഹർജിയിലടക്കം പറയുന്നത്. അങ്ങനെ ഈ രീതിയിലാണ് എല്ലാവരുടെയും തന്നെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊപ്പം മുകേഷിന് അനുവദിച്ചിട്ടുള്ള സമയം, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൂടി കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിക്ക് മുൻപാകെ വീണ്ടും വരുമെന്നാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസുകൾ പരിഗണിക്കുന്നത്. നടൻ സിദ്ദിഖിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി മുൻപാകെയാണ് വരുന്നത്. ഇതിൽ സിദ്ദിഖ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, നടിയുടെ ആക്ഷേപം, അത് ഇപ്പോൾ പരാമർശിക്കപ്പെട്ടു പോകുന്ന ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ്. ഇവരുടെ പരാതിയിലും മൊഴികളിലും വെളിപ്പെടുത്തലുകളിലും എല്ലാം തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കണം. എന്താണ് ഇവർ പറയുന്നതെന്നത് പരിശോധിച്ച ശേഷം തന്നെ ജാമ്യ ഹർജിയിലടക്കം നിലപാടെടുക്കുക എന്നുള്ള കാര്യമാണ് നടൻ സിദ്ദിഖും ഉന്നയിക്കുന്നത്. അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ പ്രധാനമായും തന്നെയും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുന്നു എന്നതാണ്. എങ്കിലും എറണാകുളം സ്വദേശിയായ നടിയുടെ 7 പരാതികൾ സമർപ്പിച്ചിരിക്കുന്നതിൽ 4 കേസുകൾ മാത്രമാണ് ഇപ്പോൾ രഹസ്യമൊഴി സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ എല്ലാ കേസുകളും രഹസ്യമൊഴി എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഇവരുമായുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട് ഇപ്പോൾ ആരെയും അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവർ അത് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട്. പലരുടെയും മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ പരിഗണനയിലുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ കൂടി ഒരു നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തുടർ നടപടികളിലേക്ക് പോവുക. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. അതേസമയം സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ ബാബുരാജിനെതിരെ പോലീസ് കേസെടുത്തു. അടിമാലി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതി DIGക്ക് ഓൺലൈനായി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. പ്രിൻസ്, ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, 2010 ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത്. ഡിഗ്രി പഠനത്തിന് ശേഷം ബാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള 3ാം മേഖലയിലുള്ള റിസോർട്ടിലേക്ക് ഈ പെൺകുട്ടി റിസപ്ഷനിസ്റ്റായി ജോലിക്ക് വരികയായിരുന്നു. ഈ സമയത്ത് ഇവിടെ സ്വന്തം പിറന്നാളാഘോഷത്തിനായി എത്തിയതായിരുന്നു ബാബുരാജ്. ഈ ആഘോഷത്തിനിടയ്ക്ക് ഈ ദിവസങ്ങളിൽ യുവതിയുമായി പരിചയപ്പെടുകയും യുവതിയുടെ അഭിനയ മോഹം മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അവസരം നൽകാമെന്ന് പറഞ്ഞത്. തുടർന്ന് ഒരു സിനിമയിൽ ചെറിയൊരു വേഷവും നൽകി. തുടർന്ന് മറ്റൊരു സിനിമയുടെ
അവസരം നൽകാം, അതിന് ചർച്ചയ്ക്കായി അരുവിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് ഒരു ദിവസം എത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ആ ദിവസം വീട്ടിൽ സംവിധായകരും നിർമ്മാതാവും ഉണ്ടെന്നൊക്കെ അറിയുകയും ചെയ്തു. ഇത് തുടർന്നാണ് യുവതി ആലുവയിലെത്തിയത്. എന്നാൽ ആ ദിവസം അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന പരാതിയിൽ പറയുന്നു. ബാബുരാജിന്റെ ഒരു വേലക്കാരനും മാത്രമല്ല, ജോലിക്കാരനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാര്യം സംവിധായകരും നിർമ്മാതാവും എവിടെ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ യുവതി ചോദിച്ചു. എന്നാൽ മറ്റൊരു മുറിയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് പീഡനം നടന്നതെന്നും യുവതി പറയുന്നു. ഒപ്പം മറ്റൊരു സിനിമയിൽ സഹസംവിധായികയായി എന്ന അടക്കം പിന്നീട് ആവശ്യപ്പെടുകയും വിളിക്കുകയും ചെയ്തെങ്കിലും താൻ അത് സ്വീകരിച്ചില്ല എന്നും യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും യുവതിയുടെ പരാതിയിൽ ഓൺലൈനായാണെന്ന പരാതി നൽകിയത്. തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് ആണ് അടിമാലി പോലീസിലേക്ക് കേസ് കൈമാറുകയും അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന്മേലുള്ള തുടർ നടപടികൾ തന്നെയാണ് ഇന്നും പ്രധാനപ്പെട്ട വാർത്തകളായി നിൽക്കുന്നത്. SP സുജിത് ദാസിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഡാനി, വളരെ ഗൗരവമുള്ള ഒരു ആരോപണമായിരുന്നു സ്വർണ്ണക്കടത്ത് സംഘത്തെ SP സഹായിച്ചു എന്ന രീതിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് അന്വേഷണം? കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗമാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രിവന്റീവ് കമ്മീഷണർ പത്മാവതിക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഉയർന്നിരിക്കുന്ന ആരോപണം ഈ സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് മലപ്പുറം അത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളും സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഇതെല്ലാം തന്നെ വ്യാപകമാകുന്നു. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധിയായ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് സംശയകരമായ ചില ചോദ്യങ്ങൾ അതിൽ ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കസ്റ്റംസിന്റെ യോഗം ചേർന്നിരുന്നു. അതിലാണ് ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസും ഈ കാലയളവിൽ ചില സ്വർണ്ണവേട്ടകളടക്കം നടത്തുകയും കാര്യങ്ങളുമെല്ലാം സ്വർണം പിടിച്ചെടുക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഉണ്ടായിരുന്ന ഒരു അന്വേഷണമാണ് അവർ ആലോചിക്കുന്നത്. സുജിത്ത് കസ്റ്റംസിൽ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിന്റെ സർവീസിന്റെ ഒരു തുടക്ക കാലയളവിൽ അവിടെ കസ്റ്റംസിലായിരുന്നു. ഈ കാലയളവിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് കേസുകളിലും പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘത്തിനടക്കം സഹായം നൽകിയിട്ടുണ്ടോ, ഇവരുമായിട്ട് ഏത് രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നിരവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ രീതിയിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം വ്യക്തമാക്കിയത്, വിലയിരുത്തിയതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസം തന്നെയും ഇവരൊരു അന്വേഷണ സംഘത്തിനടക്കം രൂപം നൽകുകയും ഇതിലേക്ക് അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഡാനി, ഈ സ്വർണ്ണവേട്ട അതിൽ പോലീസ് ഇടപെടുന്നു, അല്ലെങ്കിൽ പോലീസിന് അനുകൂലമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ സ്വർണ്ണവേട്ടയിൽ പോലീസ് ഇടപെട്ടത് എന്നുള്ളത് സ്വാഭാവികമായി സാധാരണക്കാർക്ക് മുന്നിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണല്ലോ. നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് അൻവർ പറഞ്ഞത്? അശ്വതി, അൻവർ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ചില സ്വർണ്ണ കടത്ത് സംഘങ്ങളുടെ ഇടപെടൽ, അവരിൽ പോലീസിന് അതിൽ കൃത്യമായ രീതിയിലൊരു പങ്കുണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ PV അൻവർ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രഹസ്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ വളരെയധികം നിഗൂഢതകൾ അവശേഷിക്കുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, ഇതെല്ലാം തന്നെയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, മലപ്പുറം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമാകുന്നു എന്നതടക്കം നേരത്തെയും നമ്മൾ അത്തരം വാർത്തകളും അത്തരം സാഹചര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലയളവ് വലിയൊരു സംശയകരമായ ഒരു സാഹചര്യത്തിലടക്കം നിലനിൽക്കുന്നത്. ഇതിൽ ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് പോലീസുമായി ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. സ്വർണ്ണക്കടത്ത് ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ആയിട്ടില്ലാത്ത ഒരാളാണ്.
ഞാനത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു സാധാരണ മന്ത്രിയാണ്. അല്ല, ഈ ഭരണകക്ഷി MLA തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ അല്ല, അത് പാർട്ടി നോക്കുമല്ലോ, അതിനല്ലേ പാർട്ടി. അല്ല, മന്ത്രിയുടെ ഉൾപ്പെടെ സുഹൃത്തുന്നു എന്നുള്ളൊരു ആക്ഷേപം. അല്ലല്ല, അത് ഞാൻ പാർട്ടിയിലെ ഒരംഗം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കാനാണല്ലോ പാർട്ടി. അത് അവർക്കൊരു പാർട്ടി ഉണ്ടല്ലോ. എൻ്റെ പാർട്ടിയിലാണെങ്കിൽ ഞാൻ പറയായിരുന്നു, എൻ്റെ പാർട്ടിയിലല്ലല്ലോ. അദ്ദേഹം CPM ഒരു അംഗമല്ലേ. അപ്പോൾ CPM അതിന് മാത്രം നല്ല വൈഭവമുള്ളൊരു പാർട്ടിയാണ്, കരുത്തുള്ള പാർട്ടിയാണ്, സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ്. അവരത് പരിശോധിക്കും. നമ്മളെന്തിനാ ഉത്കണ്ഠപ്പെടുന്നത്? എൻ്റെ ഫോൺ ആരും ചോർത്തിയായിട്ട് എനിക്കറിയില്ല. അതെ, ആര് പറഞ്ഞു? അല്ല, അതാ പറഞ്ഞത് ശരി തെറ്റ് അവർ നോക്കട്ടെ. അന്നേരം നമുക്ക് പറ്റി ബാക്കി വിവരം നമ്മളോട് പറയല്ലോ. ഇങ്ങനെ ചോർത്തുന്നില്ല, അന്നൂർ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചോർത്തുന്നില്ല, അന്നൂർ പറഞ്ഞത് തെറ്റാണ്. അതവർ പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ശരി. മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. PV അൻവറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പാർട്ടി അന്വേഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ ഫോൺ ആരും ചോർത്തിയതായി തനിക്ക് അറിയില്ല, എല്ലാ കാര്യങ്ങളും പാർട്ടി അന്വേഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കേരളം 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുമ്പോൾ കേരളത്തിന്റെ ആശങ്കകൾ ജല കമ്മീഷനെ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്നും. പ്രിൻസ്, നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും വലിയ പ്രതീക്ഷയേക്കുന്ന തീരുമാനമാണ് കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ 12 മാസത്തിനുള്ളിൽ തന്നെ മുല്ലപ്പെരിയാറിന്റെ നിലവിലെ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും 2026 മതി തുടർന്നുള്ള പരിശോധനകൾ എന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നത്. 2013 ശേഷം, അതായത് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ ആരംഭിക്കുന്നത്. എന്തായാലും ഒരു 12 മാസത്തിനുള്ളിൽ പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടതിനാൽ ഉടൻ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് സൂചന. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ വിഷയത്തിൽ വലിയ ആശങ്കകൾ വീണ്ടും ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. വയനാട് ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിന്റെ ഒരു സുരക്ഷാ സാഹചര്യങ്ങൾ എങ്ങനെയെന്നും ഒപ്പം മുല്ലപ്പെരിയാർ സമരസമിതി അടക്കം സമര രംഗത്തേക്ക് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആശങ്കകൾ അവസാനിപ്പിക്കേണ്ട, ഈ നിലവിലെ അവസ്ഥ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ പരിശോധനകൾ ഇത്തരത്തിൽ കേരളത്തിന്റെ എല്ലാവിധ ആശങ്കകളും അറിയിക്കാനും കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഭൂകമ്പം അടക്കമുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം എങ്ങനെ അതിജീവിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിന്റെ ബലക്ഷയം എത്രമാത്രം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കേരളം. അശ്വതി. ശരി. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയാണ്. 2016 മുമ്പ് വർഗീയ കലാപങ്ങൾക്ക് കക്ഷി ചേരുന്നവരായിരുന്നു കേരളത്തിലെ പോലീസ്. അതുപോലെ തന്നെ പല പ്രവർത്തികളുടെയും ഇടനിലക്കാരായി പോലീസ് പ്രവർത്തിച്ചിരുന്നു. 2016 LDF സർക്കാർ വന്നതിന് ശേഷം LDFന്റെ നയം നടപ്പിലാക്കി ജനകീയ പോലീസ് സംവിധാനം കൊണ്ടുവരുന്ന നിലപാടുണ്ടായി. ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. പല ഘട്ടങ്ങളിലും പൊതു അംഗീകാരം കേരള പോലീസിനുണ്ടായിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിൽ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകും. പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദമാഷും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടതുപക്ഷ സർക്കാരാണ്, തെറ്റ് ആര് ചെയ്താലും ആ തെറ്റിനോട് കോംപ്രമൈസ് ചെയ്യില്ല, ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല. തെറ്റിനോട് ഒരു തരത്തിലുമുള്ള സംരക്ഷണം നൽകുന്ന സർക്കാരല്ല LDF സർക്കാർ. തെറ്റിനെ ശരിയായ അർത്ഥത്തിൽ വിലയിരുത്തി ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന മുന്നണിയാണ് LDF. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഒരു ആളിനെതിരെയാണ് ഒരു ഭരണപക്ഷ MLA ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്, കൊടും ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എന്താണ് അതിനകത്ത് പ്രതികരണം? ഞാൻ പറഞ്ഞല്ലോ പഴയ പോലീസിന്റെ അവസ്ഥയും. എന്നാ പിന്നെ നിങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. പഴയ UDF ഭരണകാലത്തുള്ള പോലീസിന്റെ അവസ്ഥയും ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം മാറുന്നതിൽ പോലീസ് സേന വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ദുരന്തങ്ങളിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും പോലീസിനെ സമീപിക്കാൻ പറ്റുന്ന നിലപാടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റ് ആര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പ് ആര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും.
PV അൻവറിന്റെ ആരോപണത്തോടുള്ള മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമാണ് കണ്ടത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, തെറ്റ് ആര് ചെയ്താലും അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സംഘത്തിൽ ഉള്ളത് ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട SP സുജിത് ദാസിന് സസ്പെൻഷൻ ഇല്ല. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലെടുത്ത നടപടിയിൽ പക്ഷേ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമില്ല. DGP നേരിട്ട് അന്വേഷിക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. 5 അംഗ ഉന്നതതല സംഘമാണ് അന്വേഷണങ്ങൾ നടത്തുക. മുഖ്യമന്ത്രി നേരത്തെ തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന സന്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. P ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നുവെങ്കിൽ പോലും അക്കാര്യങ്ങളിൽ അന്വേഷണം സംബന്ധിച്ച് യാതൊന്നും ഈ ഉത്തരവിൽ പറയുന്നില്ല. ADGP അജിത് കുമാറിനെ മാറ്റില്ല. പകരം 5 അംഗ ഉന്നതതല സംഘം അന്വേഷണം നടത്തും. ആ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് വേണമെങ്കിൽ നടപടി. ഇപ്പോൾ നേരത്തെ സുജിത് ദാസിന് സസ്പെൻഷൻ എന്ന വാർത്ത വന്നിരുന്നു. അക്കാര്യത്തിലും ഇളവുണ്ട്. സസ്പെൻഷൻ ഇല്ല, സ്ഥലമാറ്റം മാത്രമാണ് ഇപ്പോൾ വരുന്ന ഉത്തരവനുസരിച്ച് ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ വീണ്ടും വാർത്തയിലേക്ക്. കോന്നിയിൽ അതിഥി തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി നസീബുള്ള ആണ് മരിച്ചത്. ശശി നാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ശശി, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഇന്ന് രാവിലെയാണ് കോന്നിയിലെ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കോന്നിയിലെ വീട്ടിലെ ബാത്റൂമിലാണ് പശ്ചിമബംഗാൾ സ്വദേശി നസീബുള്ളിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ബാത്റൂമിൽ തൂങ്ങി മരിച്ച് കെട്ടഴിഞ്ഞ നിലയിൽ തറയിൽ കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും നസീബുള്ളിന്റെ സഹോദരനും ഒപ്പം നസീബുള്ളിന്റെ അച്ഛന്റെ അനുജനും വാടക വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. കുടുംബ പ്രശ്നമാണ് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ കഴിയുള്ളൂ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ജലനിരപ്പിൽ നിശ്ചലനായി കിടന്ന ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു 11-കാരൻ. മലപ്പുറം തിരൂർ തൃപ്പങ്ങോട് സ്വദേശി മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. നീന്തൽ പരിശീലനം തുടങ്ങി 4 മാസത്തിനകമാണ് ഹനീന്റെ ഈ നേട്ടം.
മലപ്പുറം തൃപ്രങ്ങോട് ബീരാൻചിറയിലെ അബ്ദുൽ ഹക്കീമും ഭാര്യ മുബീനയും അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് മകൻ മുഹമ്മദ് ഹനീനിനെ നീന്തൽ പഠിപ്പിക്കാൻ ചേർത്തത്. സ്വിമ്മിംഗ് പൂളിൽ കൂട്ടുകാർ നീന്തിത്തുടിക്കുമ്പോൾ വെള്ളത്തിൽ നിശ്ചലനായി പൊങ്ങിക്കിടന്ന് അവരിൽ നിന്നും വ്യത്യസ്തനാവുകയായിരുന്നു ഈ 11-കാരൻ. ജലനിരപ്പിൽ 4 യോഗാസന രീതികൾ ചെയ്യാനും മുഹമ്മദ് ഹനീനിന് സാധിക്കും. നീന്തൽ പരിശീലകനായ നിസാർ അഹമ്മദാണ് ഹനീനിന്റെ അപൂർവ കഴിവ് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയത്. പിന്നീട് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചു. അപ്പോൾ സ്വിമ്മിങ് മൂവ്മെന്റ്സ് ശരിയല്ല. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ വെറുതെ ഒന്ന് ചെയ്യിപ്പിച്ചു. കാരണം ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നൊക്കെ എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മൂവ്മെന്റ്സ് അതിൻ്റെ ഒരു ലെവലിലേക്ക് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പാരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എൻ്റെ ബുക്ക് റെക്കോർഡൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ സപ്പോർട്ട് ആയിരുന്നവരെ പാരൻസ് എല്ലാവരും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് പറഞ്ഞു 5:30 കൂടെ എത്താൻ പറഞ്ഞു, 7 o'clock വരെ. അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ 1 minute ആയിരുന്നു, പിന്നെ 2 minute ആയി. അങ്ങനെ ഓരോ മോഡൽ ചെയ്യിപ്പിച്ചപ്പോൾ സെറ്റായി. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് യോഗേൻ്റെ ഓരോ പൊസിഷൻസ് പഠിച്ചു. നീന്തൽ പരിശീലനം തുടങ്ങി 4 മാസത്തിനകമാണ് ഹനീനിന്റെ ഈ നേട്ടം. മാതാപിതാക്കളും മുഹമ്മദ് ഹനീനിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. ഇവിടുത്തെ കോച്ച് നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും. ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന. 1 മണിക്കൂറും 10 മിനിറ്റും നേരം ഹനീൻ വെള്ളത്തിനു മുകളിൽ നിശ്ചലനായി കിടന്നു. കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ്. UAE തലത്തിൽ 1ാം റാങ്കും സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇനി മറ്റൊരു നേട്ടത്തിലേക്കാണ്. ചെറിയ പ്രായത്തിൽ വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാലിലെ ക്ലാരിസ ജെഫാലിയ. 33 പഴവർഗ്ഗങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ക്ലാരിസ ഇപ്പോൾ. മാസം പ്രായമുള്ള കുഞ്ഞിന്റെ റെക്കോർഡ് മറികടന്നാണ് ക്ലാരിസ ജെഫാലിയ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കുഞ്ഞിന്റെ കഴിവ് മനസ്സിലാക്കി 3ാം മാസം മുതൽ അമ്മ ജെനിഫർ കുട്ടിക്ക് പരിശീലനം നൽകുകയായിരുന്നു. റാഷ്ബെറി, ഫിഗ്, റാഷ്ബെറി, ടച്ച് ഫിഗ്, 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 ഗെസ് ഫിഗ്, ഫിഗ്, ഗെസ് ഗെസ്, ടച്ച് കറക്റ്റ്ലി, ഗുഡ് ഗുഡ് ഗുഡ്, ഗുഡ് ജോബ്. ആപ്പിൾ, മാംഗോ, which one is apple? Apple, touch correctly, apple, 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 good 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 job. Which one is banana? Blackberry, banana, banana, touch banana, touch correctly, banana, touch banana. This one is banana, good 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 good. ഫലവർഗ്ഗങ്ങളുടെ വിഭാഗത്തിലാണ് കുഞ്ഞ് മത്സരിച്ചത്. കൂടുതൽ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള പരിശീലനം കുട്ടിക്ക് നൽകി വരികയാണ് എന്ന് അമ്മ ജെനിഫറും പിതാവ് ചിലംബരശനും പറയുന്നു. ഗിന്നസ് റെക്കോർഡാണ് ഇനി ലക്ഷ്യം. 2 ഫ്ലാഷ് കാർഡ്സ് കാണിച്ചാൽ അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കൊച്ച് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇതിനെ നമ്മൾ വിറ്റ്നസ് ആയിട്ട് ഹെൽത്ത് ഡോക്ടറെയും പിന്നെ ഹെഡ് മാസ്റ്ററെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയച്ചപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇപ്പോൾ കൊച്ച് ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിപ്പോ. അതായത് ഇതിൽ ഞാനൊന്നും ചെയ്തില്ല, ഒരു ചെറിയ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ. പിന്നെ വൈഫാണ് മൊത്തം എല്ലാം ട്രെയിൻ ചെയ്തത് 3 മാസം തൊട്ട്. ബോട്ടിൽ ആർട്ട് വിദഗ്ധയായ ജെനിഫറും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തരിശായി കിടന്ന പ്രദേശത്ത് നടത്തിയ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് തൈകളാണ് റോഡരികിൽ മനോഹര കാഴ്ചയൊരുക്കുന്നത്. പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ കർഷകർ. കൊണ്ടോട്ടി നഗരസഭയിൽ പൂപ്പൊലി പദ്ധതിയിലാണ് തരിശായി കിടന്ന പാറപ്പുറത്ത് പൂക്കൃഷി ആരംഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ട്രേയിൽ പാകി മുളപ്പിച്ചാണ് കൃഷി ഇറക്കിയത്. ചിറയിൽ ചുങ്കത്ത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ 1/2 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. പാറപ്പുറത്ത് മണ്ണ് കൂട്ടി പൂക്കൃഷി ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ 100 മേനിയുടെ വിളവ്. വലിപ്പവും ഗുണവുമുള്ള പൂക്കൾക്ക് ആവശ്യക്കാരുമേറെയാണ്. ചെണ്ടുമല്ലിപ്പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊണ്ടോട്ടിയിലെ കർഷകർ. വാർഡിൽ ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത്. ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്തു നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി. കാരണം ഓണത്തോടനുബന്ധിച്ച് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാർഡിലുള്ള ഓണപ്പൂക്കളിടാനുള്ള ആളുകൾക്ക് പൂക്കളം ഒരുക്കുക,
അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ്ങിനും നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓണപ്പൂവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയത്. കൊണ്ടോട്ടി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നെടിയിരുപ്പ് കൃഷി ഓഫീസറുടെയും വാർഡ് കൌൺസിലർ KP സൽമാന്റെയും നേതൃത്വത്തിലായിരുന്നു കൃഷി. റോഡരികിലെ പൂക്കളുടെ വസന്തം കാണാൻ നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. ന്യൂസ് 18 തിരൂർ. മാർക്കറ്റ് നോക്കി എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കൃഷി ഇറക്കിയാൽ 100 മേനി വിജയം കൊയ്യാമെന്ന് കാട്ടിത്തരുന്ന ഒരു കർഷകനുണ്ട് കൊട്ടാരക്കരയിൽ. 20 സെന്റിൽ കറിവേപ്പില കൃഷി ചെയ്താണ് വിജയം നേടിയത്. ഓണക്കാലമായതോടെ സദ്യ ഒരുക്കാൻ വിഷരഹിത കറിവേപ്പിലയ്ക്കായി ആവശ്യക്കാർ ഏറെയാണെന്ന് കർഷകൻ സുന്ദരൻ പറയുന്നു. കൊട്ടാരക്കരയിൽ നിന്നും S വിനീഷിന്റെ റിപ്പോർട്ടിലേക്ക്. വല്ലം ഏലായിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല നാടൻ കറിവേപ്പിലയുടെ നല്ല മണമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം കറിവേപ്പിലയാണ്. ഒരു വ്യത്യസ്തമായ കൃഷിരീതിയാണ് ഇവിടെ ഒരു കർഷകൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 വർഷം കൊണ്ട് അദ്ദേഹം ഈ കറിവേപ്പില കൃഷി മാത്രമായിട്ട് ഈ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഒരു 20 സെന്റ് സ്ഥലത്തായിട്ടാണ് വിപുലമായ രീതിയിൽ കറിവേപ്പില കൃഷി നടത്തി വരുന്നത്. തൊട്ടടുത്ത് വിപണിയുണ്ട്, അവിടേക്കാണ് അതിന്റെ വിപണനമല്ല അല്ലേ ചേട്ടാ? അപ്പൊ എന്താണ് ഈ ഒരു കറിവേപ്പില കൃഷിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വില വർധന ആദ്യം കൊണ്ടുപോയതിനകത്ത് നല്ല വില കിട്ടി. അതിലാണ് ഇതിനകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം. അതിപ്പം കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അയ്യത്തെല്ലാം ശരിക്കും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ പ്രത്യേകമായിട്ട് കറിവേപ്പ് മാത്രമായിട്ടും വെച്ചു. അപ്പോൾ നല്ല വില കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് 100 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അത് നമുക്ക് നല്ല വിലയാണ്. എങ്ങനെയാണ് നമ്മളിതിന്റെ ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ ഇടുന്നത്? ഇത് ജൈവ വളമാണ്. ഇത് ആദ്യം തന്നെ ഈ കോഴിവളവും ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വലിയ തടവെടുത്ത് അതിൽ മേളിൽ തൈ വെച്ച് നടുവാണ്. കീടങ്ങളുടെ ശല്യമില്ലുണ്ടോ? ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് കീടശല്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഇതൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതിൻ്റെ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ പിഷമിനോ ആസിഡ് കൊടുക്കാറുണ്ട്. ആ ആസിഡ് ചെയ്യുമ്പോൾ പ്രത്യേകത ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ചയ്ക്കും മറ്റ് കീടങ്ങളുടെ അകത്തി നിർത്താനും ഒക്കെ നല്ലതാണ്. സ്പ്രേ ചെയ്യും. അത് 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പൊ എത്ര മൂടുണ്ട്? ഇതാണ്ട് 200ഓളം മൂട് ഇതിനകത്തുണ്ട്. എവിടെയാണ് നമുക്കിത് വിപണനം? നമ്മുടെ നെടുവത്തൂർ കാർഷിക വിപണിയുണ്ട്. നല്ല സ്വീകാര്യത. നല്ലോണം നടക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ മുൻ പ്രസിഡന്റാണ്. അപ്പൊ നമുക്കറിയാം അവിടുത്തെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എല്ലാവർക്കും കർഷകർക്കെല്ലാം ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു വിപണിയാണ് നെടുവത്തൂർ വിപണി. മറ്റുള്ളിടത്തെക്കാട്ടിയും വില നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിപണിയും കൂടാണ് നെടുവത്തൂർ സ്വാശ്രയ കർഷക സമിതി. നമ്മുടെ ഈ കൃഷി കണ്ട് മറ്റ് കർഷകർ മുന്നിട്ട് വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് ഞാൻ നേരത്തെയൊക്കെ ആൾക്കാരിത് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ കേരളത്തിലും അതിന് പുറത്തു നിന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കറിവേപ്പ് എങ്ങനെ നടന്നത്, എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ഒരുപാട് പേർക്ക് ഇതിന്റെ തൈ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ട്. കൊടുക്കാതിരിക്കുക വെച്ചാൽ അയക്കാനുള്ള ബുദ്ധിമുട്ടും അതിന്റെ ചെലവും നോക്കിയിട്ട് ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കാതിരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിപണിയിൽ തന്നെ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ തൈ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ തൈ എല്ലാവരും പറയുന്നതാണ്. പലരും എൻ്റെ അടുത്ത് സംശയം ചോദിച്ചു, ഇത് അരിയിൽ നിന്നല്ലേ ഇത് ഉണ്ടാവത്തുള്ളൂ, ഇത് പിന്നെ ഇതിന്റെ വേരിൽ നിന്ന് പൊട്ടുന്ന തൈ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിന്റെ എല്ലാം മൂട്ടിൽ കാണും. ഇതിന്റെ എല്ലാം മൂട്ടിൽ ഇഷ്ടംപോലെ നിറച്ച് വേരുകൾ പൊട്ടിയതാണ്. ഇവിടെ എല്ലാം വേര് നോക്കി അറിയാൻ പറ്റും. ഇത് പിഴുതെടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ചെയ്ത് തൈ എടുത്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ പറമ്പിന്റെയും ഓരോ സൈഡ് വാരം വെച്ചിട്ടുണ്ട്. അല്ലല്ല, ഇത് സ്വന്തമായിട്ടുള്ളതിന്റെ ഒരു 2 ഏക്കറോളം സ്ഥലം പാട്ടം കൊടുക്കണ്ട, നമ്മൾ കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് കുറച്ച് ഒരു 2 ഏക്കർ സ്ഥലം അങ്ങനെയുണ്ട്. ഇതല്ലാതെ മറ്റ് കൂട്ടുകൃഷികളൊക്കെ ഉണ്ടോ? എല്ലാ കൃഷികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിക്ക് നഷ്ടമില്ലെന്ന് പറയുന്ന എല്ലാ കൃഷിയും കൂടെ ഉണ്ടായിട്ടാണ് ലാഭകരമാണെന്ന് പറയുന്നത്. കാരണം ഒരെണ്ണത്തിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിനകത്ത് ലാഭം ഉണ്ടാവും. അപ്പൊ ആവറേജ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒന്നിലെ നഷ്ടത്തിനെ മറ്റേത് നികത്തും. അപ്പൊ എല്ലാ കൃഷിയും പല കൃഷികളായിട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ കിട്ടാറുണ്ട്. ഈ തമിഴ്നാട്ടിൽ വരുന്ന ഇലയ്ക്കായി നമ്മുടെ ഇലയ്ക്കുള്ള വ്യത്യാസം എങ്ങനെയാണ്? അതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ വരുന്ന ഇലയുടെ നമ്മുടെ ഇല എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇല നമ്മൾ ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് ഇത് വാടി തളർന്നു പോകും. കാരണം ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇല്ല. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കറിവേപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവരും നമ്മൾ പലരും കണ്ടാൽ അറിയായിരിക്കും. പച്ചക്കറി വരുമ്പോൾ അതിന്റെ ആ വണ്ടിയുടെ മുകളിൽ വെയിൽ കിട്ടത്തക്കോണം വെയിലത്ത് ഉണങ്ങി കെട്ടിയാണ് അതിന്റെ പുറത്ത് വരുന്നത്. പക്ഷെ ആ കറിവേപ്പ് ഇവിടെ കൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ അത് വാടത്തില്ല. കാരണം അത്ര മാരകമായ വിഷം മുക്കിയിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു കറിവേപ്പിന്റെ എല്ലാം നമുക്ക് കിട്ടും ഉപയോഗിക്കാൻ. വിഷവിമുക്തമായ കറിവേപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ മാർക്കറ്റും ഈ വില കിട്ടുന്നതും. കാരണം മറ്റേതിന് ഒരു 40 രൂപ വിലയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കറിവേപ്പിന് 40 രൂപ ഉള്ളൂ. നമ്മൾ 100 രൂപയ്ക്ക്. അപ്പം അവര് 40 രൂപയ്ക്ക് എടുക്കുമ്പോൾ നമുക്കുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ഗുണവും നിലവാരവും അറിയാവുന്നത് കൊണ്ടാണല്ലോ ഈ വിലയ്ക്ക് കൂടുതൽ എടുക്കുന്നത്.
അപ്പൊ 100 രൂപയ്ക്ക് അവർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 100 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് കച്ചവടക്കാർ എടുത്തോണ്ട് പോകുന്നത് അവരേത് വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് അത് അവർക്കുള്ള വിൽപ്പനയാണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ ഇതിനെന്തായാലും വിലയുണ്ടല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകതയുണ്ട്. ജനങ്ങളത് അംഗീകരിച്ചതാണ്. അപ്പോൾ വിഷരഹിതമായ പച്ചക്കറിയോടൊപ്പം തന്നെ വിഷമില്ലാത്ത നല്ല മണമുള്ള കറിവേപ്പിലയും നമുക്ക് ഉപയോഗിക്കാനാണ് സുന്ദരൻ ചേട്ടൻ പറയുന്നത്. അത് കൊട്ടാരക്കരക്കാർക്ക് ഇനിയിപ്പോൾ കറിവേപ്പിലയ്ക്ക് വേറെ എങ്ങും പോകേണ്ട ഓണസദ്യ ഒരുക്കാൻ അല്ലേ? എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP അജിത് കുമാറിനെ ഉടൻ മാറ്റില്ല. ഉന്നതതല സംഘം അന്വേഷണം തുടങ്ങി. അജിത് കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ. PV അൻവർ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറും. SP സുജിത് ദാസിനെതിരായ സ്വർണ്ണക്കടത്ത് ആരോപണം. കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി. പോലീസിന്റെ സ്വർണ്ണവേട്ടയിലും അന്വേഷണം. നടന്മാരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. മുകേഷിനും മണിയൻപിള്ള രാജുവിനും നിർണായകം. ഇടവേള ബാബുവിന്റെ ജാമ്യഹർജിയും ഇന്നെത്തും. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണനയിൽ. എറണാകുളത്തെ നടിയുടെ പരാതിയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. നടൻ ബാബുരാജിനെതിരെ കേസെടുത്തു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തത് അടിമാലി പോലീസ്. മുല്ലപ്പെരിയാറിൽ കേന്ദ്ര ജല കമ്മീഷൻ തീരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കേരളം. ആശങ്കകൾ ബോധ്യപ്പെടുത്താനാകുമെന്ന് കണക്കുകൂട്ടൽ. പരിശോധന വേണ്ടെന്ന തമിഴ്നാട് വാദം തള്ളിയത് നേട്ടം. നവജാത ശിശുവിന്റെ കൊലപാതകം അമ്മയും കാമുകനും ഭർത്താവും അറിഞ്ഞ്. കുഞ്ഞിനെ കാമുകന് കൈമാറിയത് ചന്തയിൽ വെച്ച് സഞ്ചിയിൽ. ആശ ഗർഭിണിയാണെന്ന് ഭർത്താവ് മനോജിനും അറിയാമായിരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP അജിത് കുമാറിനെ ഉടൻ മാറ്റില്ല. ഉന്നതതല സംഘം അന്വേഷണം തുടങ്ങി. അജിത് കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ. PV അൻവർ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ തള്ളിപ്പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ്. P ശശിക്കെതിരായ PV അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി മറുപടി നൽകിയത്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പാര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പാര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പാര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ തള്ളിപ്പറയുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. P ശശിക്കെതിരായ PV അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഉപ്പ് തിന്നവർ ഉപ്പാര് തിന്നാലും വെള്ളം കുടിക്കും എന്ന മന്ത്രി റിയാസ് മറുപടി നൽകിയത്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിന് ഒരു തരത്തിലും വെച്ചു പൊറപ്പിക്കുന്ന നിലപാടുണ്ടാകില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ തെറ്റാര് ചെയ്താലും തെറ്റിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന നിലപാടല്ല ഇടതുപക്ഷം കൈക്കൊള്ളുക. ഉപ്പാര് തിന്നാലും വെള്ളം കുടിച്ചിരിക്കും.
മറ്റു വാർത്തയിലേക്ക്. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ. കുട്ടിയെ ആശ ആൺ സുഹൃത്തിന് കൈമാറിയത് ചേർത്തല പള്ളിച്ചന്തയിൽ വെച്ചാണ്. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ സഞ്ചിയിലാണ് കൈമാറിയത്. ആശയുടെ ഭർത്താവ് മനോജിനും ഗർഭിണിയാണെന്ന വിവരം അറിയാമായിരുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വളരെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ ആദ്യം കാണാതാകുന്നു. പിന്നീട് അമ്മയെയും ആൺ സുഹൃത്തിനെയും ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ കൊലപാതക വിവരം പുറത്തു വരുന്നത്. ഈ സംഭവത്തിനകത്താണ് പോലീസിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ കുട്ടിയെ 31-ാം തീയതിയാണ് ആശ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത്. അതായത് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം നടന്നത്. അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞിനെ 31-ന് വൈകിട്ടോടുകൂടി പള്ളിച്ചന്തയിൽ വെച്ച്, അതായത് പള്ളിപ്പുറത്തിന് അടുത്താണ് ഇവരുടെ വീട്, പള്ളിപ്പുറത്തിനടുത്തുള്ള പള്ളിച്ചന്തയിൽ വെച്ചിട്ട് ഈ കുഞ്ഞിനെ കൈമാറിയിട്ടുണ്ട്. ഒരു സഞ്ചിയിലാക്കി കുട്ടിയെ ഈ ആൺസുഹൃത്തായ രതീഷിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ കൊടുത്തതെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. തുടർന്ന് ആണ് ഈ കുഞ്ഞിനെ രതീഷ് പുലുവേലിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷം കുഞ്ഞിനെ വീടിന്റെ ചേർന്ന് തന്നെയുള്ള ഒരു കുഴിയെടുത്ത് അവിടെ മൂടുകയായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം, അതായത് നമുക്കറിയാം ഇന്നലെ ആശാപ്രവർത്തകയാണ് ഈ ആശയുടെ വീട്ടിൽ, കുട്ടിയുടെ മാതാവായ ആശയുടെ വീട്ടിൽ ജനനം നടന്നിട്ടുണ്ട്, പ്രസവം നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് വിവരശേഖരണത്തിനായി വന്നത്. തുടർന്നാണ് ഈ കുഞ്ഞിനെ തൃപ്പൂണിത്തുറ സ്വദേശികളായ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ആശ അവരോട് പങ്കുവയ്ക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ പല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ആശാപ്രവർത്തക വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. വാർഡ് മെമ്പർ ഷിൽജയാണ് ചേർത്തല CIയെ ഈ ചേർത്തല പോലീസിനെ ഈ വിവരം കൈമാറുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഇവർ കുഞ്ഞിനെ ഇത്തരത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശികൾക്ക് കൈമാറിയെന്ന് പറഞ്ഞു. രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്, ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി നടക്കും. ജീർണാവസ്ഥയിലാണ് മൃതദേഹം കണ്ടെടുത്തിട്ടുള്ളത്. കാരണം കുഴിയിൽ നിന്ന് പിന്നീട് എടുത്തത് വീടിന്റെ ശുചിമുറിയിലാണ് രതീഷ് സൂക്ഷിച്ചിരുന്നത്. കത്തിച്ചു കളയാനായിരുന്നു നീക്കം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് രണ്ടുപേരുടെയും, അതായത് വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ എൽദോപ്പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം. ദാസിനെതിരായ സ്വർണ്ണക്കടത്ത്